Welcome to Plus 2 Chemistry online classes. Today we are discussing about our second chapter, solutions. Solutions. What do you mean by solutions? എന്താണ് solutions? Solution is a homogeneous mixture of two or more than substances which do not chemically react to each other. Solution is a homogeneous mixture of two or more substances which do not chemically react to each other. സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ സബ്സ്റ്റൻസിൻ്റെ ഹോമോജീനിയസ് മിക്സ്ചറാണ്. എങ്ങനത്തെ സബ്സ്റ്റൻസ്? പരസ്പരം കെമിക്കലി റിയാക്ട് ചെയ്യാത്ത രണ്ടോ അതിലധികമോ സബ്സ്റ്റൻസിൻ്റെ ഹോമോജീനിയസ് മിക്സ്ചറിന് പറയുന്ന പേരാണ് സൊല്യൂഷൻസ്. വാട്ട് യു ബൈ ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചർ? ഒരു മിക്സ്ചർ ഹോമോജീനിയസ് ആയിട്ട് ഒരേപോലെ ആണെങ്കിൽ അതിനെ നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയാം. ഷുഗർ സൊല്യൂഷൻ, നമ്മളെ ഷുഗറും വാട്ടറും ചേർത്ത സൊല്യൂഷൻ ഹോമോജീനിയസ് മിക്സ്ചറാണ് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് പാർട്ടിക്കിളും സോളൻ പാർട്ടിക്കിളും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുക, അതാണ് ഹെട്രോജീനിയസ് മിക്സ്ചർ. നമ്മൾ സാൻഡ് വിത്ത് വാട്ടർ, നമ്മൾ മണൽ വെള്ളത്തിൽ കലക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും? മണൽ അടിയിലും വാട്ടർ മുകളിലുമാണ് നിൽക്കുക. അപ്പോൾ അത് ഹെട്രോജീനിയസ് മിക്സ്ചറാണ്. നേരെ മറിച്ച് ഷുഗർ സൊല്യൂഷൻ, നമ്മൾ ഷുഗർ ലായനി, പഞ്ചസാര ലായനിയോ അല്ലെങ്കിൽ ഉപ്പ് ലായനിയോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാണ്? ഹോമോജീനിയസ് മിക്സ്ചറാണ്. നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൊല്യൂഷൻ ഒരുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഹോമോജീനിയസ് മിക്സ്ചറും ഹെട്രോജീനിയസ് മിക്സ്ചറും. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് മിക്സ്ചർ ആയിരിക്കും. ടു ഓർ മോർ കോമ്പണൻസിൻ്റെ ഹോമോജീനിയസ് മിക്സ്ചറിനെ നമ്മൾ എന്ത് പറയുക? സൊല്യൂഷൻസ് എന്ന് പറയാം. സൊല്യൂഷൻസിൽ മേജറായിട്ട് രണ്ട് കോമ്പണൻസ് ഉണ്ടാവുക. ഒന്നാമത്തത് സോൾവെൻറ്റ്, രണ്ടാമത്തത് സൊല്യൂട്ട്. Solute and solvent. The component that is present in the largest quantity is known as solvent. The component that is present in largest quantity is known as solvent. Solvent determines the physical state in which solution exists. One or more components present in the solution other than solvents are called solute. സൊല്യൂഷനിൽ ലാർജസ്റ്റ് ക്വാണ്ടിറ്റി ഉള്ള സബ്സ്റ്റൻസിന് പറഞ്ഞ പേരാണ് സോൾവെൻറ്റ്. നമ്മളിപ്പം ഷുഗർ സൊല്യൂഷൻ ആണെങ്കിൽ വാട്ടർ ആണ് എന്ത് ലാർജസ്റ്റ് ക്വാണ്ടിറ്റി, അപ്പം വാട്ടർ ആണ് അവിടുത്തെ സോൾവെൻറ്റ്. നമ്മൾ ലായകം എന്ന് മലയാളത്തിൽ പറയും. വൺ ഓർ മോർ കോമ്പണൻസ് പ്രസൻറ്റ് ദ സൊല്യൂഷൻ അതർ ദാൻ സോൾവെൻറ്റ്. സോൾവെൻറ്റ് പുറത്ത് സൊല്യൂഷനിലുള്ള കോമ്പണൻറ്റ്, അതാണ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. നമ്മൾ മിക്സ് ചെയ്യുന്ന കോമ്പണൻറ്റ്. ഇപ്പോൾ ഷുഗർ സൊല്യൂഷനിൽ ഷുഗറാണ് നമ്മൾ മിക്സ് ചെയ്യുക, അത് സൊല്യൂട്ടാണ്. ദെൻ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒരു സൊല്യൂഷൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഫിസിക്കൽ സ്റ്റേറ്റ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുക സോൾവെൻറ്റിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്. സോൾവെൻ്റ് ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്. സൊല്യൂഷൻ്റെ ഏതാണ് സൊല്യൂഷൻ, ഏത് ടൈപ്പ് സൊല്യൂഷനാണ് ഡിറ്റർമിൻ ചെയ്യുക? സോൾവെൻ്റ് ആണ് ഡിറ്റർമിൻ ചെയ്യുക. ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ബൈനറി സൊല്യൂഷൻസിനെ കുറിച്ചാണ്. അതായത് ടു കോമ്പണൻസ് ഉള്ള സൊല്യൂഷൻസ്, സോൾവെൻറ്റും സൊല്യൂട്ടും മാത്രമുള്ള സൊല്യൂഷൻസ് നമ്മൾ ബൈനറി സൊല്യൂഷൻസ് എന്ന് പറയാം. നെക്സ്റ്റ്, ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ്. സൊല്യൂഷൻസിൻ്റെ ടൈപ്സ് ആണ്. മെയിൻലി നമ്മൾ 3 ടൈപ്പ് ഓഫ് ആയിട്ടാണ് സൊല്യൂഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. സൊല്യൂഷൻ്റെ സോൾവെൻറ്റിൻ്റെ സ്റ്റേറ്റ് അനുസരിച്ച് നമ്മൾ ടൈപ്പ് പറയാം. സോൾവെൻറ്റ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ ഗ്യാഷ്യസ് സൊല്യൂഷൻസ്, സോൾവെൻറ്റ് ലിക്വിഡ് സ്റ്റേറ്റിലാകുമ്പോൾ ലിക്വിഡ് സൊല്യൂഷൻസ്, സോൾവെൻറ്റ് സോളിഡ് ആണെങ്കിൽ സോളിഡ് സൊല്യൂഷൻസ്. 3 ടൈപ്പാണ് മെയിൻലി പറയാം. ഗ്യാഷ്യസ് സൊല്യൂഷൻസ്, ലിക്വിഡ് സൊല്യൂഷൻസ്, സോളിഡ് സൊല്യൂഷൻസ്. സോൾവെൻറ്റിൻ്റെ സ്റ്റേറ്റ് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ക്ലാസിഫിക്കേഷൻ പറയാം. ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, സോളിഡ് സൊല്യൂഷൻസ്. സോൾവെൻറ്റ് സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കും. സൊല്യൂട്ട് സോൾവെൻറ്റ്. ഫസ്റ്റ് നമ്മളിപ്പോൾ സൊല്യൂട്ടാണ് പറയാൻ പോകുന്നത്. സൊല്യൂട്ട് ഗ്യാസും സോൾവെൻറ്റ് സോളിഡും. ഗ്യാസ് സോളിഡ് സൊല്യൂഷൻ. എക്സാമ്പിൾ, ഹൈഡ്രജൻ ഇൻ പല്ലേഡിയം. ഹൈഡ്രജൻ ഗ്യാസ് ഇൻ പല്ലേഡിയം. പല്ലേഡിയം ഒരു സോളിഡ് സ്റ്റേറ്റ് ആണ്, അതുകൊണ്ട് ഹൈഡ്രജൻ ഗ്യാസ് ഇൻ പല്ലേഡിയം എക്സാമ്പിൾ. രണ്ടാമത്തത് ലിക്വിഡ് സോളിഡ്. സൊല്യൂട്ട് ലിക്വിഡ് ആണ്, സോൾവെൻറ്റ് സോളിഡ് തന്നെ. ലിക്വിഡ് മെർക്കുറി ഇൻ സോളിഡ് സോഡിയം. മെർക്കുറി ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കുമല്ലോ, ലിക്വിഡ് മെർക്കുറി ഇൻ സോളിഡ് സോഡിയം, അതാണ് എക്സാമ്പിൾ. മൂന്നാമത് സോളിഡ് ഇൻ സോളിഡ്. ഇത് എക്സാമ്പിൾ ശ്രദ്ധിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോളിഡ് ഇൻ സോളിഡ്. ബ്രോൺസ്. ടിൻ ഇൻ കോപ്പർ. ടിന്ന് കോപ്പറിലുള്ള സൊല്യൂഷനാണ് ബ്രോൺസ്. അതാണ് സോളിഡ് ഇൻ സോളിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ. ഇനി നമ്മൾ നെക്സ്റ്റ് കാറ്റഗറി ലിക്വിഡ് സൊല്യൂഷൻസിലേക്ക് വരികയാണ്. ലിക്വിഡ് സൊല്യൂഷനിൽ ആദ്യം വരിക സൊല്യൂട്ട് ഗ്യാസ്, സോൾവെൻ്റ് ലിക്വിഡ് ആയിരിക്കും. ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ. HCl ഗ്യാസ് ഇൻ വാട്ടർ. HCl ഗ്യാസ് ഇൻ വാട്ടർ ആണ് ഇതിന് എക്സാമ്പിൾ. നമുക്ക് സോഡ വാട്ടറൊക്കെ ഇതിന് എക്സാമ്പിൾ പറയാൻ പറ്റും. രണ്ടാമത്തത് ലിക്വിഡ് സൊല്യൂഷൻ. ലിക്വിഡ് സൊല്യൂഷൻ. വൈന്, ഈഥൈൽ ആൽക്കഹോൾ ഇൻ വാട്ടർ. എത്തനോൾ ഇൻ വാട്ടർ അല്ലെങ്കിൽ ഈഥൈൽ ആൽക്കഹോൾ ഇൻ വാട്ടർ.
അല്ലെങ്കിൽ നമ്മൾ സിംപ്ലി വൈൻ്റെ എക്സാമ്പിളാണ്. ലിക്വിഡ് സൊല്യൂഷൻ എക്സാമ്പിളാണ്. മൂന്നാമത്തത് സോളിഡ് ഇൻ ലിക്വിഡ്. സൊല്യൂട്ട് പാർട്ടിക്കിൾ സോളിഡ് ആണ്, സോൾവെൻറ്റ് ലിക്വിഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് പെല്ലറ്റ് ഇൻ വാട്ടർ. NaOH പെല്ലറ്റ് നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്താൽ ഒരു എക്സാമ്പിളാണ് സോളിഡ് ഇൻ ലിക്വിഡ്. നമ്മൾ സിംപ്ലി സാൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ ഒക്കെ ഈ ഒരു ടൈപ്പ് സോളിഡ് ഇൻ ലിക്വിഡിന് എക്സാമ്പിളാണ്. ഈ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഗ്യാഷ്യസ് സൊല്യൂഷൻസ്. ഗ്യാസ് ഇൻ ഗ്യാസ്. സൊല്യൂട്ടും ഗ്യാസാണ്, സോൾവെൻറ്റും ഗ്യാസാണ്. എയർ, കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ നൈട്രജൻ ഗ്യാസ് ഒരു എക്സാമ്പിളാണ്. എയർ ഒരു എക്സാമ്പിളാണ്. ഗ്യാസിന് എക്സാമ്പിളാണ്. ശ്രദ്ധിക്കണം, ഗ്യാസും ഗ്യാസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ രണ്ടാമത്തെ ലിക്വിഡ് ഇൻ ഗ്യാസ്. സൊല്യൂട്ട് പാർട്ടിക്കിൾ ലിക്വിഡാണ്, സോൾവെൻറ്റ് ഗ്യാസാണ്. മോയ്സ്ചർ ലോഡഡ് എയർ. മോയ്സ്ചറിലെ എയർ, കാരണം മോയ്സ്ചർ ലിക്വിഡ് പാർട്ടിക്കിളാണ്, എയർ ഗ്യാഷ്യസ് പാർട്ടിക്കിളാണ്. അപ്പോൾ മോയ്സ്ചർ ഇൻ എയർ ആണ് ലിക്വിഡ് ഗ്യാസ് സൊല്യൂഷൻ എക്സാമ്പിൾ. നെക്സ്റ്റ് സോളിഡ് ഇൻ ഗ്യാസ്. സൊല്യൂട്ട് പാർട്ടിക്കിൾ സോളിഡ് ആണ്, സോൾവെൻറ്റ് ഗ്യാസ് ആണ്. നാഫ്തലീൻ സബ്ലിമിഡ് ഇൻ എയർ. നാഫ്തലീൻ നമുക്കറിയാം, നാഫ്തലീൻ കത്തിയാൻ എന്ത് ചെയ്യും, കറക്റ്റ് ഗ്യാഷ്യസ് പാർട്ടിക്കിളായിട്ട് മാറും. അതെന്ത് എക്സാമ്പിളാണ്, സോളിഡ് ഇൻ ഗ്യാസ്. ഇതാണ് ടൈപ്സ് ഓഫ് സൊല്യൂഷനുള്ള എക്സാമ്പിൾസ്. പറഞ്ഞ ടൈപ്സിൽ ചില ടൈപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്യാസ് ഇൻ ലിക്വിഡ് ഇതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞ ഒരു ഫോം എന്നാണ്. ക്രീമൊക്കെ ശരിക്കും ഇതിൻ്റെ എക്സാമ്പിളാണ്. ലിക്വിഡ് ഇൻ ലിക്വിഡ്, സൊല്യൂട്ട് പാർട്ടിക്കിളും സോൾവെൻറ്റ് പാർട്ടിക്കിളും ലിക്വിഡാണ്. എമൽഷൻ എന്നാണ് പറയുക. മയോണൈസ് നിങ്ങൾക്ക് അറിയാമല്ലോ, മയോണൈസ് ഒരു എക്സാമ്പിളാണ്, ശരിക്കും എമൽഷൻ എക്സാമ്പിളാണ്. ദെൻ ലിക്വിഡ് ഇൻ സോളിഡ്. സൊല്യൂട്ട് പാർട്ടിക്കിൾ ലിക്വിഡാണ്, സോൾവെൻറ്റ് സോളിഡാണ്. ജെൽ, നമ്മുടെ ജെലാറ്റിൻ എക്സാമ്പിളാണ്. ഈ ഒരു ടൈപ്പിന് പറഞ്ഞവരാണ് ജെല്ല്. ഇത് ശരിക്കും എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ ഒരു 5 എക്സാമ്പിൾ സ്ഥിരമായി ചോദിക്കുന്നതാണ്. ദെൻ സോളിഡ് ഇൻ സോളിഡ്. സൊല്യൂട്ട് പാർട്ടിക്കിളും സോളിഡാണ്, സോൾവെൻറ്റും സോളിഡാണ്. സോളിഡ് സോൾ എന്നാണ് നമ്മളിതിന് പറയാം, സോളിഡ് സോൾ. ചില ടൈപ്സ് ഓഫ് ഗ്ലാസസ് ഇതിന് എക്സാമ്പിളാണ്. ദെൻ ലാസ്റ്റ് വൺ സോളിഡ് ഇൻ ഗ്യാസ്. സൊല്യൂട്ട് പാർട്ടിക്കിളും സോളിഡാണ്, സോൾവെൻറ്റ് പാർട്ടിക്കിൾ ഗ്യാസ് ആണ്. സോളിഡ് എയറോസോൾ എന്ന് പറയും. സ്മോക്കാണ് എക്സാമ്പിൾ. ടോപ്പിക്ക് എക്സ്പ്രഷൻ ഓഫ് കോൺസെൻട്രേഷൻ. നമ്മളൊരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? നമുക്ക് ഒരുപാട് വേസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്പ്രഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഏതൊക്കെ വേസിൽ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടുത്ത ടോപ്പിക്ക്. നമ്മൾ നോർമലി ഒരു 7 ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻസ് ഉണ്ട് കോൺസെൻട്രേഷൻ. 7 ടൈപ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ് ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ മെയിനായിട്ടുള്ളൊരു പാർട്ട്. നമ്മൾ ആദ്യം തിയറിയാണ് പറയാൻ പോകുന്നത്. 1-2 എക്സാമ്പിൾ നമ്മൾ ഈ വീഡിയോ തന്നെ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ എക്സ്പ്രഷൻ ഓഫ് കോൺസെൻട്രേഷൻസ് ആണ്. 7 വേസിൽ നമുക്ക് എക്സ്പ്രഷൻ ഓഫ് കോൺസെൻട്രേഷൻ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് ഏത് തരത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോർമാലിറ്റി, മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ. These are the methods of expressing concentration of the solutions. First method, mass percentage. Mass percentage is equal to mass of the solute divided by mass of the solution into 100. Mass of the solute divided by mass of the solution into 100. സൊല്യൂട്ടിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ സൊല്യൂഷൻ്റെ മാസ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് മാസ് പെർസെൻറ്റേജ്. 100 എടുക്കുന്നതുകൊണ്ട് മാസ് പെർസെൻറ്റേജ് എന്ന് പറയും. സെക്കൻഡ് മെത്തേഡ്, വോളിയം പെർസെൻറ്റേജ്. വോളിയം പെർസെൻറ്റേജ് is equal to വോളിയം ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. നേരത്തെ മാസ് എടുത്തു, ഇവിടെ വോളിയം എടുത്തു, അത്രമാത്രമേ വ്യത്യാസമുള്ളൂ. സൊല്യൂട്ടിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ സൊല്യൂഷൻ്റെ വോളിയം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വോളിയം ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. നമ്മൾ ഈ മെത്തേഡ്സിൻ്റെ ഒക്കെ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. നമുക്ക് പ്രോബ്ലംസ് ആണ് ചോദിക്കുക, അപ്പോൾ ഇക്വേഷൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. നെക്സ്റ്റ്, നേരത്തെ പറഞ്ഞ 2 മെത്തേഡിൽ നിന്ന് കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു സാധനമാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റർ ഇൻറ്റു 100. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, സൊല്യൂട്ടിൻ്റെ നമ്മൾ മാസ് എടുക്കുന്നു, ഡിവൈഡഡ് ബൈ സൊല്യൂഷൻ്റെ വോളിയം ലിറ്ററിലോ അല്ലെങ്കിൽ മില്ലി ലിറ്ററിലോ ഇൻറ്റു 100. ഇതാണ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സൊല്യൂട്ടിന് നമ്മൾ മാസ്സാണ് എടുക്കുന്നത്, സൊല്യൂഷൻ്റെത് വോളിയമാണ് എടുക്കുന്നത്. സൊല്യൂഷൻ്റെ വോളിയമാണ്, സൊല്യൂട്ടിൻ്റെ വോളിയം അല്ല. മെത്തേഡ് പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ PPM. സൊല്യൂട്ട് പാർട്ടിക്കിളിൻ്റെ എമൗണ്ട് വളരെ കുറവാണെങ്കിൽ, ട്രേസ് എമൗണ്ട് ആണെങ്കിൽ വളരെ കുറഞ്ഞ എമൗണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പാർട്സ് പെർ മില്യൺ. ഇപ്പോൾ നമ്മൾ എയറിലെ പൊല്യൂട്ട് പാർട്ടിക്കിൾസ് വളരെ സ്മോൾ എമൗണ്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുക PPM-ലാണ് എന്ത് ചെയ്യുക, എയർ പൊല്യൂട്ടൻസിൻ്റെ ക്വാണ്ടിറ്റി പറയുക. അപ്പോൾ സീ ലെവലിൽ നമ്മൾ ചില ക്വാണ്ടിറ്റീസ് എടുക്കുമ്പോൾ
സിയിലെ ക്വാണ്ടിറ്റീസൊക്കെ നമ്മൾ എടുക്കുമ്പോൾ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്മോൾ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ PPM ആയി യൂസ് ചെയ്യുക. ഇപ്പോൾ പാർട്സ് പെർ മില്യൺ ഇസ് ഈക്വൽ ടു ഗ്രാംസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ grams of the solution into 10⁶. Grams of the solute divided by grams of the solution into 10⁶. അല്ലെങ്കിൽ mass of the solute divided by mass of the solution into 10⁶. ഇതാണ് PPMൻ്റെ ഇക്വേഷൻ. 6 ഉള്ളതുകൊണ്ട് നമ്മൾ പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. നമുക്ക് വേറെ തരത്തിൽ ഇക്വേഷൻ പറയാം. നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദി കോമ്പണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ കോമ്പണൻറ്റ്സ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 10⁶. ഇതും നേരത്തെ പറഞ്ഞ ഇക്വേഷനും സെയിം ആണ്. സിമ്പിൾ ഇക്വേഷൻ പഠിച്ചാൽ മതി. മെത്തേഡ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ നമ്മൾ വളരെ എഫക്റ്റീവായി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ബൈനറി സൊല്യൂഷൻസിൻ്റെ കേസിൽ കോൺസെൻട്രേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വളരെ എഫക്റ്റീവ് ഒരു മെത്തേഡാണ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി കോമ്പണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ കോമ്പണൻറ്റ്സ്. നമ്പർ ഓഫ് മോൾസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മോൾ ഫ്രാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുക. നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ടും മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സോൾവൻറ്റ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മൾ യൂഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുക എക്സ് കൊണ്ടാണ്, പക്ഷേ എക്സ് അല്ല ആക്ച്വലി, ഇത് കൈ എന്ന് പറഞ്ഞ ലെറ്ററാണ്. മോൾ ഫ്രാക്ഷൻ സൊല്യൂട്ട് ഇസ് ഈക്വൽ ടു മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ മോൾസ് ഓഫ് ദി സൊല്യൂഷൻ. നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സോൾവൻറ്റ് കാണണമെങ്കിൽ മോൾസ് ഓഫ് ദി സോൾവൻറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ മോൾസ് ഓഫ് ദി സൊല്യൂഷൻ. ശ്രദ്ധിക്കേണ്ടത് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ മോൾസ് ഓഫ് ദി സൊല്യൂഷനാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട്. സോൾവൻറ്റ് എന്ന് പറഞ്ഞാൽ മോൾസ് ഓഫ് ദി സോൾവൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മോൾസ് ഓഫ് ദി സൊല്യൂഷൻ. ശ്രദ്ധിക്കേണ്ടത് മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട് പ്ലസ് സോൾവൻറ്റ് കൂട്ടിയാൽ നമുക്ക് 1 ആണ് കിട്ടുക. മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട് പ്ലസ് സോൾവൻറ്റ് ഇസ് ഈക്വൽ ടു 1 ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി അറിയാമെങ്കിൽ നമുക്ക് അടുത്ത ക്വാണ്ടിറ്റി കിട്ടണമെങ്കിൽ 1 എന്ന് മൈനസ് ചെയ്താൽ മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ്. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മോൾസ് കണ്ടുപിടിക്കാൻ. മോൾ ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് തരില്ല, നമുക്ക് വെയിറ്റേ തരുള്ളൂ. നമ്മൾ ബാക്കി കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. നമുക്ക് മോൾ ഫ്രാക്ഷൻ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ തന്നെയാണ്. കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ C2H6O2 ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 20% ഓഫ് C2H6O2 ബൈ മാസ്. Calculate the mole fraction of ethylene glycol in a solution containing 20% of ethylene glycol by mass. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോൾ ഫ്രാക്ഷനാണ് എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെത്. നമുക്ക് 20% തന്നിട്ടുണ്ട്. അപ്പോൾ 20% തന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 20% എത്തിലീൻ ഗ്ലൈക്കോൾ ഉണ്ട്. അപ്പോൾ 80% വാട്ടർ ആയിരിക്കും. സോ മോളാർ മാസ് ഓഫ് ദി എത്തിലീൻ ഗ്ലൈക്കോൾ നമുക്ക് C2H6O2 ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം കാർബണിൻ്റെത് 12 ആണ്. അപ്പോൾ 12 × 2 2 കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ 6 ഉണ്ട്. അപ്പോൾ 6 × 1 പ്ലസ് ഓക്സിജൻ 2 ഉണ്ട്, 60 × 2 നമുക്ക് 62 എന്നാണ് എൻ്റെ മോളാർ മാസ് കിട്ടുക. ഇനി നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമുക്ക് 20 ഗ്രാം തന്നിട്ടുണ്ട്. 20 ഗ്രാമാണ് എത്തിലീൻ ഗ്ലൈക്കോൾ. സോ N ഇസ് ഈക്വൽ ടു വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ് ആണ്. വെയിറ്റ് 20 ആണ്. 20 ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ്, മോളിക്കുലാർ വെയിറ്റ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ നമ്മൾ കണ്ടുപിടിച്ചു 62 ആണ്. ഇപ്പോൾ 20/62 സ്ക്രീനിലുണ്ട്. 0.322 മോളാണ് നമുക്ക് N1 എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ്. നമുക്ക് സോൾവൻറ്റ് വാട്ടറാണ്, 80% വാട്ടർ ഉണ്ട്. അപ്പോൾ നമുക്ക് വാട്ടറിൻ്റെ കണ്ടുപിടിക്കണം. വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ് കണ്ടുപിടിച്ചാൽ മതി. N വാട്ടറാണ് സോൾവൻറ്റ്. അപ്പോൾ 80 ഗ്രാമാണ്, കാരണം 80% വാട്ടറാണ്. 80 ഡിവൈഡഡ് ബൈ വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് 18 ആണ്. H2O അല്ലേ, ഹൈഡ്രജൻ 2 ഉണ്ട്, 16 ഓക്സിജൻ 2 + 6 16 18 ആണ്. അപ്പോൾ 80 ഡിവൈഡ് ബൈ 18 ഗ്രാം 4.44 മോൾ കിട്ടും. 4.44 മോൾ കിട്ടും. കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് N1 N2 കിട്ടി. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ മോൾ ഫ്രാക്ഷനാണ്. സോ എക്സ് എത്തിലീൻ ഗ്ലൈക്കോൾ ഈക്വൽ ടു മോൾസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂഷൻ. സോ 0.322 ഡിവൈഡഡ് ബൈ 0.322 plus 4.44. So we can get 0.068. 0.068 കിട്ടും. നമുക്ക് വാട്ടറിൻ്റെ മോൾ ഫ്രാക്ഷനും കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി, 1 - 0.068. നമ്മൾ പറഞ്ഞിരുന്നു സൊല്യൂട്ടിൻ്റെയും സോൾവൻ്റെയും മോൾ ഫ്രാക്ഷൻ കൂട്ടിയാൽ 1 ആണ് കിട്ടുക. അപ്പോൾ ഒന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 1 - 0.068 വി ക്യാൻ ഗെറ്റ് 0.932. ഇങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. നമുക്ക് ആകെ അറിയേണ്ട ഇക്വേഷൻ, മോൾ കാണാനുള്ള ഇക്വേഷൻ അറിയണം. മോൾ ഈക്വൽ ടു വെയിറ്റ് ബൈ മോളിക്കുലാർ വെയിറ്റ്. അതറിയെങ്കിൽ മോൾ ഫ്രാക്ഷൻ്റെ പ്രോബ്ലംസ് വളരെ ഈസിയാണ്.
മെത്തേഡ് മൊളാരിറ്റി, MOLARITY, മൊളാരിറ്റി ക്യാപിറ്റൽ എം കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. മൊളാരിറ്റി ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡ് ബൈ ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡ് ബൈ ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. സൊല്യൂട്ട് പാർട്ടിക്കിൾ ഒരു ലിറ്റർ ഓഫ് ദി സൊല്യൂഷനിൽ എത്രത്തോളം ഉണ്ട് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് മൊളാരിറ്റി. ശ്രദ്ധിക്കണേ, ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. നമുക്ക് മൊളാലിറ്റി കൂടെ വരാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ലിറ്ററിനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. മൊളാരിറ്റി ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡ് ബൈ ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. പ്രോബ്ലം നോക്കാം മൊളാരിറ്റി ബേസ് ചെയ്തുള്ള. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 5 gram NaOH in 450 ml. Calculate the molarity of a solution containing 5 gram NaOH in 450 ml solution. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊളാരിറ്റിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ലിറ്റർ ആണ്. അപ്പം സൊല്യൂട്ടിൻ്റെ മോള് കണ്ടുപിടിക്കണം. ഇവിടെ NaOH ആണ് സൊല്യൂട്ട്. സോ മോൾസ് ഓഫ് ദി NaOH is equal to 5 gram ആണ്. വെയ്റ്റ് ബൈ മോളിക്കുലാർ വെയ്റ്റ്. N is equal to വെയ്റ്റ് ബൈ മോളിക്കുലാർ വെയ്റ്റ്. സോ 5 gram ഡിവൈഡഡ് ബൈ NaOHൻ്റെത് 40 ആണ് വരിക. NAയുടേത് 23 ആണ് മോളിക്കുലാർ മാസ്. ഓക്സിജൻ്റെ 16, ഹൈഡ്രജൻ്റെ 1. സോ 23 + 16 + 1 40 ആണ്. 5/40 gram is equal to 0.125 മോൾ എന്ന് കിട്ടും. ഇനി കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊളാരിറ്റി ഇക്വേഷൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് തന്നത് മില്ലി ലിറ്ററിലാണ്, അതിന് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ നമ്മൾ 1000 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0.125 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 450 ദാറ്റ് വി ക്യാൻ ഗെറ്റ് 0.278 മോളാൽ. ക്യാപിറ്റൽ എം ആണ് വരിക. അതിന് നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. 0.278 മോൾ പെർ ലിറ്റർ എന്ന് എഴുതാം, അല്ലെങ്കിൽ DM³ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ എന്നുള്ളതാണ് ഇക്വേഷൻ. നമുക്ക് N കണ്ടുപിടിച്ചാൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ക്യാപിറ്റൽ എം ആണ് യൂണിറ്റ്. നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യും ക്യാപിറ്റൽ എം കൊണ്ടാണ്. മൊളാലിറ്റി സ്മോൾ എം, മൊളാലിറ്റി LITY. Molality is equal to moles of the solute divided by kilogram of the solvent. Molality is equal to moles of the solute divided by kilogram of the solvent. ഇവിടെ നമ്മൾ സോൾവൻറ്റ് 1 കിലോഗ്രാമിന് എടുക്കുമ്പം എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് പാർട്ടിക്കിൾ ഉണ്ട്. 1 കിലോഗ്രാം സോൾവൻറ്റ് എടുത്താൽ അതിൽ എത്രത്തോളം നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് പാർട്ടിക്കിൾ ഉണ്ട്. ഇതാണ് മൊളാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ മൊളാരിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു ലിറ്റർ സൊല്യൂഷനിൽ എത്രത്തോളം നമ്പർ ഓഫ് മോൾസ് ഉണ്ടായിരുന്നു. ഇതാണ് ഡിഫറൻസ് കേട്ടോ, മൊളാലിറ്റിയും മൊളാരിറ്റിയും ഉള്ളത്. സ്മോൾ എം കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക മൊളാലിറ്റിയാണ്. കിലോഗ്രാമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, കിലോഗ്രാമിനാണ് നമ്മൾ സോൾവൻ്റ് എടുക്കുക മൊളാലിറ്റിയിൽ. മറ്റൊരു നമ്മൾ ലിറ്റർ ആയിരുന്നു എടുത്തിരുന്നത്. മൊളാലിറ്റിയും ഡിഫറൻസ് ഉണ്ട്. ഒന്നിൽ നമ്മൾ എടുക്കുന്നത് 1 ലിറ്റർ ഓഫ് സൊല്യൂഷനിലാണ് മൊളാലിറ്റിയിൽ എടുക്കുന്നത്. മൊളാലിറ്റിയിൽ കിലോഗ്രാം ഓഫ് ദി സോൾവൻ്റ് ആണ്. മൊളാലിറ്റി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ക്യാപിറ്റൽ എം കൊണ്ടാണ്, മൊളാലിറ്റി സ്മോൾ എം കൊണ്ടാണ്. യൂണിറ്റ് വ്യത്യാസം ഉണ്ടാവും. മോൾസ് പെർ ലിറ്റർ ആണ് മൊളാലിറ്റിയുടെ യൂണിറ്റ്, മോൾസ് പെർ കിലോഗ്രാം ആണ് മൊളാലിറ്റിയുടെ യൂണിറ്റ്. ഇതൊന്ന് ഓർത്ത് വെക്കണം, രണ്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു പ്രോബ്ലമാണ് മൊളാലിറ്റി ബേസ് ചെയ്തുള്ള പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് മൊളാലിറ്റി ഓഫ് 2.5 gram ഓഫ് എത്തനോയിക് ആസിഡ് CH3COH ഇൻ 75 gram ഓഫ് ബെൻസീൻ. കാൽക്കുലേറ്റ് മൊളാലിറ്റി ഓഫ് 2.5 gram ഓഫ് എത്തനോയിക് ആസിഡ് ഇൻ 75 gram ഓഫ് ബെൻസീൻ. എത്തനോയിക് ആസിഡിൻ്റെ മൊളാലിറ്റി കണ്ടുപിടിക്കാനാണ് 75 gram ഓഫ് ബെൻസീനിൽ. നമുക്കറിയാം മൊളാലിറ്റിയുടെ ഇക്വേഷൻ മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് ദി സോൾവൻറ്റ് ഇൻ കിലോഗ്രാം. ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോൾസ് ഓഫ് ദി സൊല്യൂട്ടാണ്. ഇവിടെ എത്തനോയിക് ആസിഡാണ് സൊല്യൂട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. എത്തനോയിക് ആസിഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2.5 gram ആണ്. അപ്പോൾ അതിൻ്റെ മൊളാർ മാസ് നമുക്ക് കണ്ടുപിടിക്കണം. CH3COH ആണ് ഇക്വേഷൻ. അത് വെച്ചാൽ നമുക്ക് കിട്ടും 12 × 2 + 1 × 4 + 16 × 2. 60 gram per mol, 60 ആണ് എന്ത് ചെയ്യുക മോളാർ മാസ് കിട്ടുക. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു 2.5 ഡിവൈഡ് ബൈ 60 നമുക്ക് കിട്ടുക 0.0417 മോൾ. 0.0417 മോളാണ് മോള് കിട്ടുക. ഇനി മാസ് ഓഫ് ദി ബെൻസീൻ ഇൻ കിലോഗ്രാം. ബെൻസീൻ നമുക്ക് കണ്ടിട്ടുണ്ട് 75 gram ആണ്. നമുക്ക് വേണമെങ്കിൽ 1000 കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. 75 × 10⁻³ 10⁻³ കൊണ്ട് ചെയ്താൽ ഗ്രാം നമുക്ക് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ മൊളാലിറ്റി ഓഫ് എത്തനോയിക് ആസിഡ് ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് എത്തനോയിക് ആസിഡ് ഡിവൈഡ് ബൈ കിലോഗ്രാം ഓഫ് ബെൻസീൻ, ദാറ്റ് is equal to 0.0417
417 ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 75 നമുക്ക് കിട്ടുക 0.556 മോൾ പെർ കിലോഗ്രാം എന്നാണ് ഇക്വേഷൻ കിട്ടുക 0.556 മോൾ പെർ കിലോഗ്രാം. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, മൊളാരിറ്റിയുടെ പ്രോബ്ലംസ് ചെയ്യുക. നമ്മൾ ഈ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് സൊല്യൂഷൻ എന്നുള്ള സെക്കൻഡ് ചാപ്റ്ററാണ്. സൊല്യൂഷൻസ്, സൊല്യൂട്ട്, സോൾവെൻറ്റ്, ബൈനറി സൊല്യൂഷൻസ്, then types of solutions, then various method of expressing concentrations, molarity, molality, mole fraction, then mass percentage, volume percentage, mass by volume percentage. വീഡിയോ ഒന്നുകൂടെ കാണാം. കൃത്യമായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും.